ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 41 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളാണ് 2025 ലോഗോസ് ക്വിസ് പഠനഭാഗങ്ങൾ. അതിൽ 41 അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മരണം എന്ന ശീർഷകവും ലജ്ജാശീലം എന്ന ഉപശീർഷകവുമുള്ള ഈ അധ്യായത്തിൽ 23 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. എപ്രകാരം ജീവിക്കുന്നവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമാകുന്നത്? ഉത്തരം: തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്. ചോദ്യം 2. അല്ലലില്ലാതെ എന്തുള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമാകുക? ഉത്തരം: എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന്. ചോദ്യം 3. എന്താസ്വദിക്കാൻ ആരോഗ്യമുള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമാകുന്നത്? ഉത്തരം: രുചികരമായ വിഭവങ്ങൾ. ചോദ്യം 4. മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമാകുന്നത് ആർക്കെല്ലാം? ഉത്തരം: ദരിദ്രന്, ശക്തി ക്ഷയിച്ചവന്, വൃദ്ധന്, അല്ലൽ നിറഞ്ഞവന്, സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവന്. ചോദ്യം 5. എന്തിനെയാണ് ഭയപ്പെടേണ്ടാത്തത്? ഉത്തരം: മരണവിധിയെ. ചോദ്യം 6. എന്താണ് നീ ഓർക്കേണ്ടത്? ഉത്തരം: മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും. ചോദ്യം 7. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത് ഏത്? ഉത്തരം: മരണവിധി. ചോദ്യം 8. പൂരിപ്പിക്കുക. ഡാഷ് ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? ഉത്തരം: അത്യുന്നതൻ്റെ. ചോദ്യം 9. ആയുസ് 10, 100, 1000 വർഷമായിക്കൊള്ളട്ടെ, അതിനെപ്പറ്റി ചോദ്യമില്ലാത്തത് എവിടെ? ഉത്തരം: പാതാളത്തിൽ. ചോദ്യം 10. ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ഛ സന്തതികൾ? ഉത്തരം: പാപികളുടെ. ചോദ്യം 11. ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നതാര്? ഉത്തരം: മ്ലേച്ഛ സന്തതികൾ. ചോദ്യം 12. ആരുടെ അവകാശമാണ് നശിച്ചു പോകുക? ഉത്തരം: പാപികളുടെ സന്താനങ്ങളുടെ. ചോദ്യം 13. പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ എന്തിന് പാത്രമാകും? ഉത്തരം: നിത്യനിന്ദയ്ക്ക്. ചോദ്യം 14. ദൈവഭയമില്ലാത്ത പിതാവിനെ കുറ്റപ്പെടുത്തുന്നതാര്? ഉത്തരം: മക്കൾ. ചോദ്യം 15. ആര് നിമിത്തമാണ് മക്കൾ നിന്ദ അനുഭവിക്കുന്നത്? ഉത്തരം: ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം. ചോദ്യം 16. എന്ത് നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിനാണ് കഷ്ടം? ഉത്തരം: അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ. ചോദ്യം 17. ദൈവഭയമില്ലാത്ത ജനം ജനിച്ചത് എവിടേക്ക്? ഉത്തരം: ശാപത്തിലേക്ക്. ചോദ്യം 18. പൂരിപ്പിക്കുക. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. ഡാഷിലും ശാപമാണ് നിങ്ങളുടെ വിധി. ഉത്തരം: മരണത്തിലും. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹായിക്കണേ. ചോദ്യം 19. ആരാണ് പൊടിയിലേക്ക് മടങ്ങുന്നത്? ഉത്തരം: പൊടിയിൽ നിന്ന് വന്നവൻ. ചോദ്യം 20. ദൈവഭയമില്ലാത്തവൻ എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു? ഉത്തരം: ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക്. ചോദ്യം 21. മനുഷ്യൻ എന്തിനെ പ്രതിയാണ് വിലപിക്കുന്നത്? ഉത്തരം: ശരീരനാശത്തെ പ്രതി. ചോദ്യം 22. ആരുടെ പേരാണ് മാഞ്ഞു പോകുക? ഉത്തരം: പാപികളുടെ. ചോദ്യം 23. എന്തിലാണ് ശ്രദ്ധാലുവായിരിക്കേണ്ടത്? ഉത്തരം: സൽകീർത്തിയിൽ. ചോദ്യം 24. സൽകീർത്തി എന്തിനേക്കാൾ അക്ഷയമാണ്? ഉത്തരം: 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ. ചോദ്യം 25. സൽകീർത്തി ശാശ്വതമാണ്, എന്നാൽ പരിമിതമായത് എന്ത്? ഉത്തരം: നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ. ചോദ്യം 26. കുഞ്ഞുങ്ങളെ, എപ്രകാരം സമാധാനത്തിൽ വർദ്ധിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: ഉപദേശങ്ങൾ പാലിച്ച്. ചോദ്യം 27. എന്താണ് നിഷ്പ്രയോജനമായത്? ഉത്തരം: നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും. ചോദ്യം 28. വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ ആരേക്കാൾ ഭേദമാണ്? ഉത്തരം:
വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ. ചോദ്യം 29. ആരുടെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ. ചോദ്യം 30. പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ എന്തു പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം വ്യാജം പറയുന്നതിൽ. ചോദ്യം 31. ആരുടെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ. ചോദ്യം 32. ആരുടെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ. ചോദ്യം 33. ആരുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ. ചോദ്യം 34. സ്വന്തം സ്ഥലത്തു നിന്ന് എന്ത് ചെയ്യുന്നത് ലജ്ജാകരമാണ്? ഉത്തരം മോഷ്ടിക്കുന്നത്. ചോദ്യം 35. എന്തിൻ്റെ മുമ്പിലാണ് ലജ്ജാഭരിതനാകേണ്ടത്? ഉത്തരം ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. ചോദ്യം 36. എപ്പോൾ സ്വാർത്ഥ താൽപ്പര്യം കാണിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ഭക്ഷണാവസരങ്ങളിൽ. ചോദ്യം 37. എന്തിൽ കാപട്യം കാണിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ക്രയവിക്രയങ്ങളിൽ. ചോദ്യം 38. എന്ത് ചെയ്യാതിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പ്രത്യഭിവാദനം. ചോദ്യം 39. കുലടയെ എപ്രകാരം നോക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം അഭിലാഷപൂർവം. ചോദ്യം 40. എന്ത് അപഹരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ. ചോദ്യം 41. അന്യൻ്റെ ഭാര്യയെ എപ്രകാരം നോക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ദുർമോഹത്തോടെ. ചോദ്യം 42. സ്നേഹിതന്മാരുടെ മുമ്പാകെ എന്തു ചെയ്തതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം വഷളായ സംസാരത്തിൻ്റെ പേരിൽ. ചോദ്യം 43. എന്താണ് കൊട്ടിഘോഷിക്കരുതാത്തത്? ഉത്തരം ദാനം ചെയ്തത്. ചോദ്യം 44. എന്ത് ആവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പരദൂഷണം. ചോദ്യം 45. എന്ത് വെളിപ്പെടുത്തുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം രഹസ്യം. ചോദ്യം 46. നിന്റെ ലജ്ജ ഉചിതമെങ്കിൽ എല്ലാവരും നിന്നെ എന്തു ചെയ്യും? ഉത്തരം ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോകൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.